ഇനി ശ്രദ്ധിക്കുക. നുദ്ഖിലു ഇന്ന വ അഖവാതിഹ മക്കാന കാന വ അഖവാതിഹ ഫിൽ ജുമലിൽ ആത്തിയ. താഴെ പറയുന്ന സെൻറ്റൻസിൽ ഇന്ന വഖവാത്തിന് പകരം അല്ലെങ്കിൽ കാന വഖവാത്തിന് പകരം ഇന്ന വഖവാത്തിന് ചേർക്കണം. ഇവിടെ ബാത്തൽ ഹരിമു സാഹിറൻ എന്നാണ്. അപ്പോൾ അവിടെ ബാത്ത എന്ന് നമുക്കറിയാം. ഈ ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലോ. ഹരിമു എന്ന് പറഞ്ഞാൽ വൃദ്ധൻ. അപ്പോൾ സാഹിർ എന്നാണ് ഉറക്കമൊഴിക്കുക. അങ്ങനെ രാത്രി വൃദ്ധൻ ഉറക്കമൊഴിക്കുന്നവനായി. അപ്പോൾ ഇവിടെ ഇന്നയാണ് ചേർക്കേണ്ടത്. ഇന്ന ചേർക്കുമ്പോൾ നമുക്കറിയാം ഇന്നൻ്റെ ശേഷം വരുന്ന ഇസ്മിന് നസ്ബ് വേണം, മറ്റതിന് ഖബറിന് റഫ് വേണം. അപ്പോൾ ഇന്നൽ ഹരീമ സാഹിറുൻ എന്നാണ് പറയാം. ഇന്നൽ ഹരീമ സാഹിറുൻ, നിശ്ചയമായും വൃദ്ധൻ ഉറക്കം ഒഴിക്കുന്നവൻ ആണ്. അപ്പോൾ അംസ ഷംസു മുസ്ഫറുൻ, സൂര്യൻ വൈകുന്നേരം മഞ്ഞ നിറത്തിലുള്ളതായി എന്ന് പറയുമ്പോൾ അവിടെ അന്നയാണ് ചേർക്കേണ്ടത്. നമുക്കറിയാം അന്ന ചേർക്കുമ്പോൾ ഒരിക്കലും തന്നെ അന്ന സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരില്ല. അപ്പോൾ അന്ന എപ്പോഴും ഒരു മിഡിലിലാണ് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അലമു അല്ലെങ്കിൽ അറഫു അല്ലെങ്കിൽ അലിംതു ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ അലമു എനിക്കറിയാം, അന്ന ഷംസ മുസ്ഫറുൻ നിശ്ചയമായും സൂര്യൻ മഞ്ഞ നിറത്തിലുള്ളതാണെന്ന് എനിക്ക് അറിയാം. അപ്പോൾ അന്ന എപ്പോഴും ഉപയോഗിക്കേണ്ടത് മിഡിലാണ്, സ്റ്റാർട്ടിങ്ങിൽ വരില്ല. അപ്പോൾ ഇന്ന വഖവാത്ത് പറയുമ്പോൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ലല്ലൽ വജുഹു മുസ്വദ്ദൻ, ഉച്ചക്ക് മുഖം ഇരുണ്ടതായി. അപ്പോൾ ലല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉച്ച സമയമാണല്ലോ പറയാം. അപ്പം കഅന്നയാണ് ചേർക്കേണ്ടത്, ഇന്നയുടെ അഖവാത്താണ്. അപ്പോൾ വജുഹു എന്നുള്ളത് വജിഹ എന്നാകും, മുസ്വദ്ദൻ എന്നുള്ളത് മുസ്വദ്ദുൻ. അപ്പോൾ കഅന്നൽ വജിഹ മുസ്വദ്ദുൻ. ലൈസ അസ്സാരിഖു സാദിഖൻ, കള്ളൻ സത്യം പറയുന്നവൻ അല്ല. അപ്പോൾ അവിടെ ലഅല്ലയാണ് നമ്മൾ ചേർക്കേണ്ടത് ഇവിടെ. അപ്പോൾ ലഅല്ല സാരിഖ സാദിഖുൻ, കള്ളൻ സത്യം പറയുന്നവൻ ആയേക്കാം. അപ്പോൾ ഇന്ന വഖവാത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നുലാഹിദുൽ ഫർഖ, വ്യത്യാസം മനസ്സിലാക്കുക. അത്ത്ഇഫ്ലു മുബ്തസിമുൻ, കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനാണ് തിഫിൽ എന്ന് പറയുക. അപ്പോൾ കുട്ടി മുബ്തസിമുൻ പുഞ്ചിരിക്കുന്നവനാണ്. ഇന്ന ത്ഇഫ്ല മുബ്തസിമുൻ, നിശ്ചയം കുട്ടി പുഞ്ചിരിക്കുന്നവൻ ആകുന്നു. കാന ത്ഇഫ്ലു മുബ്തസിമൻ, കുട്ടി പുഞ്ചിരിക്കുന്നവൻ ആയിരുന്നു. അൽ അംറു ഷദീദുൻ, കാര്യം ഗൗരവമാണ്, പ്രശ്നം ഗുരുതരമാണ് എന്ന് പറയാം. ഫഹിംതു, എനിക്ക് മനസ്സിലായി. അന്നൽ അംറ ഷദീദുൻ, നിശ്ചയമായും പ്രശ്നം ഗുരുതരമാണെന്ന് എനിക്ക് മനസ്സിലായി. സാറൽ അംറു ഷദീദൻ, പ്രശ്നം ഗുരുതരമായി തീർന്നു. അവിടെ സാറയാണ് ചേർത്തിയത്. ശ്രദ്ധിക്കുക, സാറ എന്നത് കാനയുടെ അഖവാത്താണ്. ഇസ്മിന് റഫും ഖബറിന് നസ്ബും ഉണ്ട്. ഫഹിംതു എന്ന് പറയുന്നത് അവിടെ ഒരു വേർഡ് വന്നതിൻ്റെ ശേഷമാണ് അന്ന വന്നത്. കാരണം അന്ന ഒരിക്കലും സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരില്ല. സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇന്ന മാത്രമേ വരികയുള്ളൂ. അൽ ഔലാദു കഥീറുൻ, കുട്ടികൾ ധാരാളമാണ്. അൽ ഔലാദു കഥീറുൻ ലാക്കിന്നൽ അംവാല ഖലീലുൻ, കുട്ടികൾ ധാരാളമാണ് പക്ഷേ മുതലുകൾ കുറവാണ്. ഇവിടെ ലാക്കിന്ന എന്നുള്ളത് ഇന്നയുടെ അഖവാത്താണ്. അതുകൊണ്ട് തന്നെ അംവാല എന്നുള്ളത് ഇസ്മാണ്, അതിന് നസ്ബാണ്. ഖലീലുൻ എന്നുള്ളത് ഖബറാണ്, അതിന് റഫാണ്. അസ്ബഹൽ ഔലാദു കഥീറൻ, കുട്ടികൾ ധാരാളമായി. അവിടെ ഔലാദ് എന്നുള്ളത് റഫ് ആണ്, കാരണം അസ്ബഹയുടെ ഇസ്മിന് റഫ് ആണ്. അസ്ബഹ എന്നുള്ളത് കാനയുടെ അഖവാത്താണ്. അതുകൊണ്ട് തന്നെ ഇസ്മിന് റഫ് വേണം. കഥീറൻ എന്നുള്ളത് അസ്ബഹയുടെ ഖബറാണ്, അതുകൊണ്ട് അവിടെ നസ്ബുണ്ട്. അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലഅല്ലൽ ബൈത്ത ജദീദുൻ, വീട് പുതിയതായേക്കാം. അവിടെ ലഅല്ല എന്നുള്ളത് ഇന്നയുടെ അഖവാത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്മിന് നസ്ബ് വേണം, നസ്ബുണ്ട്. ബൈത്ത ജദീദുൻ ഖബറാണ്, ഖബറിന് റഫ് വേണം, അവിടെയും റഫുണ്ട്. ലൈസൽ ബൈത്തു ജദീദൻ, വീട് പുതിയത് അല്ല. അപ്പോൾ ലൈസ എന്നുള്ളത് കാനയുടെ അഖവാത്താണ്, ബൈത്തു എന്നുള്ളതിൻ്റെ ഇസ്മാണ്, അതുകൊണ്ടാണ് അവിടെ റഫ്. ജദീദൻ എന്നുള്ളത് ലൈസയുടെ ഖബറാണ്, അതുകൊണ്ടാണ് അവിടെ നസ്ബ്. അപ്പോൾ വളരെ മനോഹരമായി ഈ പാഠം പഠിക്കുക, അർത്ഥസഹിതം പഠിക്കുക. ഇതിൻ്റെ കാനവഖവാത്തിൻ്റെ മുഴുവൻ യൂസേജ് നമ്മൾ പഠിക്കുക. ഇന്ന വഖവാത്ത് ഇൻഷാ അല്ലാഹ് എടുക്കുന്ന സമയത്ത് അതുകൂടി നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.